2 വർഷത്തെ വിനാശകരമായ യുദ്ധത്തിന് ശേഷം ഗാസ തെരുവുകൾ നിശബ്ദമാകുന്നു. സ്ഫോടനങ്ങളില്ല, വലിയ സൈറൻ മുഴക്കങ്ങളില്ല, ആകാശത്തിൽ യുദ്ധവിമാനങ്ങളുടെ ശബ്ദങ്ങളില്ല. 732 ദിവസങ്ങൾക്ക് ശേഷം ഗാസ ശാന്തമാകുന്നു. ആളുകളെല്ലാം തന്നെ അവരവരുടെ വീടുകളിലേക്ക് യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാമാണ് ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളായി സംഭവിച്ചു കഴിഞ്ഞത്? എന്താണിനി വെടിനിർത്തലിന് ശേഷമുള്ള ഗാസക്കാരുടെ ഭാവി? അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഈജിപ്ത്, ഖത്തർ, UAE, തുർക്കി, US എന്നീ രാഷ്ട്രങ്ങളുടെ നിരന്തരമായിട്ടുള്ള സമാധാന മധ്യസ്ഥ നടപടികളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള 20 പോയിന്റ് സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഗാസ ഇപ്പോൾ സമാധാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ സീസ് ഫയർ, വെടിനിർത്തൽ ഒടുവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു സമാധാന പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്നും ഈ ഒരു വെടിനിർത്തലിന് ശേഷമുള്ള ഗാസക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് ഓരോരോ വ്യവസ്ഥകളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു സീസ് ഫയറിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ മുൻകൂട്ടി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് US-ൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ത്, ഖത്തർ, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സേനകൾ ഉൾപ്പെടുന്ന ഒരു ബഹുരാജ്യ നിരീക്ഷണ സേന തന്നെ ഇതിനു വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെയും സീസ് ഫയർ പ്രോപ്പറായിട്ട് നടപ്പിൽ വരുന്നുണ്ടോ എന്ന കാര്യത്തെ നിരീക്ഷിക്കുന്നത്, ഈ ഒരു കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നത്. മാത്രമല്ല, ഇനി രണ്ടാമത്തെ സുപ്രധാനമായിട്ടുള്ള വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഹോസ്റ്റേജുകളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം 2024 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നിന്നുള്ള ഒരുപാടധികം ആളുകളെ ഹമാസ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായിട്ട് ഹമാസ് ഈ ആളുകൾ പലരെയും വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട്. റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം.